രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക. എന്തുവാണ് കൊന്ന സന്ധിക്കുന്ന ചിലക്കണത്? ഞാൻ ആലോചിക്കല്ലോ. നാനും ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ ഇവിടെ. രാമ 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 രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ രാമ രാമ. അപ്പന്റെ തുള്ളി പെൻസിലെവിടെ? അപ്പൊ മറന്നുപോയി മക്കളെ, നാളെ ആട്ടെ. എണ്ണം കേട്ടോളെ. അപ്പം വിളിച്ചോ? നിന്നെയല്ല, നിന്റെ തള്ളേനെ. എവിടെയോള്? ആത്തുണ്ട്. ആ, ഇങ്ങോട്ട് വിളിക്കേ. അമ്മയുടെ അപ്പം വിളിക്കുന്നു. എന്നെ വിളിച്ചോ? വിളിച്ചോന്നെ. പിന്നെ എന്നെ നന്ദനാണോ വിളിച്ചേ? എന്തുവാ? എന്തുവന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? മൂദേവി പോയി ചുള്ളെടുത്തോ അടി. എള്ളി വന്നിരിക്കുന്നു കയ്യും വീശി. പിന്നെ എന്തുവാ വീശേണ്ടത്? നിന്റെ വെഞ്ചാമരം പോയി ചൂടുകളെടുത്തോ അടി. ഓ, ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ കൊട്ടോടി. അതിന്റെ പുറത്ത് ഇത് കഴുത്തിയാൻ അറിഞ്ഞു കളയും. അതാ ഇതിലും ഭേദം. ഇത്രയും ചാരായം കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്ത് നീ കറുപ്പും. വേണ്ട, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. ഇടി കൊള്ളേണ്ടത് ഞാനാ. മനസ്സിന്റെ ഇപ്പം വെള്ളം തരാം. ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാൽ തരാതെ ഉള്ള മുഴുവൻ മത്സ്യം തിന്നാൻ വേണ്ടി. മൂദേവി നീ തരത്തില്ലല്ലേ? പിന്നെ കൊമ്മാലും തരത്തില്ല. നീ തരത്തില്ലല്ലടി ആറുവാണിച്ച്. അത് ഇങ്ങോട്ട് തള്ളയാ. എന്താടി നീ കളിക്ക് പറയൂ. മൂദേവി നീ എന്നെ കളിക്ക് പറയും. എല്ലടി നിന്നെ നീ ഞാൻ മാറിയിട്ടേ ഇവിടെ നീ ഞാൻ കൊന്നിട്ടേ എണ്ണം കിട്ടവൾ കളിക്ക് പറയല്ലേ? ഓ, മോള് കുഞ്ഞിനെ ഉറക്കുകയാണ്. ശബ്ദം ഒന്ന് കുറച്ചാ വേണ്ടില്ല. വെറുതെ ഇരിക്കപ്പാ, അയൽവക്കത്ത് മനുഷ്യരുണ്ട്. ആ, എന്നാ പോയി കിടന്ന് ഉറങ്ങിയട്ടെ. ഇല്ലേ, ഇനി ഞാൻ കമാന്ന് മിണ്ടത്തില്ല. ഇവിടെ വന്നിരുന്നേ. കാലമണി നിധി വിട്ട് ചാവത്തേ ഉള്ളൂ. നോക്ക് തങ്കേ, അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ? അപ്പു വീട്ടിൽ നിന്ന് പോയാ പിന്നെ ആരാ ഉള്ളത്? അത് ശരിയാ. അല്ലെങ്കിലും എന്തിനാ ചേച്ചി ഒരുപാട് പൈസ? മില്ലും സ്വത്തും ഒക്കെ ഇല്ലേ? അതുപോരെ? അതെ, നമ്മുടെ പുള്ളിക്കാരനും അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? അപ്പോ നാളെ ശനി, സെക്കൻഡ് സാറ്റർഡേ. വാവച്ച് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴിലിട്ട് പോവാം. ഇന്ന് എന്താ ചേച്ചി വിശേഷം? ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസമാണ്. അമ്മ എന്താ ഉണ്ണുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനും രുക്മിണിയുടെ പിന്നെ ഉണ്ടോളാം. പുതുമയൊന്നും വേണ്ട, എല്ലാം പതിവും പാരമ്പര്യം പോലെ അങ്ങ് നടന്നേച്ചാ മതി. ആ, ചന്ദ്രനും 2 ദിവസം കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോ അമ്മേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. എനിക്കും. നീ മിണ്ടായിരിക്കടാ, ആഹാരം കഴിക്ക. എന്തൊക്കെയുണ്ട് തങ്ക വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നീയല്ലേ വിശേഷം പറയേണ്ടത്? എനിക്കെന്തോ അമ്മ വിശേഷം. മാട് പോലെ പണിയെടുക്കും, 1-ാം തീയതി ശമ്പളം പറ്റും, അത്ര തന്നെ. ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. പിന്നെ പിന്നെ ആലോചിക്കും. അപ്പോ നീയാണോ ഭർത്താവ്, ഞാനോ? അത് ശരിയാ. അലയുടെ ചോദ്യം. കാണുമില്ലല്ലോ. വല്ലവരും കാണും, വെറുതെ തങ്കേ, ചേട്ടന് ഇത്ര വെള്ളം കൊണ്ട് കൊടുക്ക. അതിന് എവിടെ ചേട്ടൻ? അപ്പുറത്തുണ്ട്. കണ്ടോ, കുരുത്തക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. ഇതൊക്കെ ഒരു രസമല്ലോ. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. അപ്പോ അപ്പോ തങ്കേ, എന്റെ മുറിയിൽ ഇത്തിരി ചുക്കവെള്ളം വെച്ചേക്കണം കേട്ടോ. കൊള്ളൻ.
ഒരു നാണമില്ലേ കുട്ടൂടിയാണ് നിനക്കല്ലയോ നാണോ ഇല്ലാത്ത? അതെ പോട്ടേടി പൊട്ടക്കുതിരെ, പറഞ്ഞത് മറക്കരുതേ. അത് ഞാൻ ഏറ്റു. ആത്മാവിന് സ്വല്പം പുക തരൂ. നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. പോട്ടെ. ഓ സാറ് എപ്പോ വന്നു? 2 ദിവസമായി. പിന്നെ എന്തൊക്കെയുണ്ട് പോലും? ഒന്നുമില്ല, കണിയാൻ ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരു അത്യാവശ്യ കാര്യമാണ്. എപ്പോ ചെന്നാലും പുള്ളിക്കാരൻ അവിടെ കാണത്തില്ല. ഇത്ര രാവിലെ വന്നപ്പോഴും അവിടെ ഇല്ല. എന്തേന്ന് ചോദിച്ചു, അത് രാവിലെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്, ചെല്ലട്ടോ. കാട്ടെ, സാറ് ചുമ്മാ നടക്കാം. എന്താ അപ്പൊ കുഞ്ഞെ, സുഖമാണോ? ആ എറിഞ്ഞു പാട്ടാതെ കേറി പെരടാ കൊഞ്ഞ. നീ ഏതാ കൊഞ്ഞ്? കൊത്തൂതി അടിച്ചാണ്ടല്ലോ. തതും തതും. നിന്റെ അപ്പൻ എന്തിയാടാ? അതുമില്ല, തങ്കച്ചേ ഉള്ളൂ. തങ്കേച്ചെന്ന് വിളി. എന്തിനാ? വിളിക്കേ. അയ്യോ തങ്ക കൊടവല്ലയോ. ആ ആ മുക്കിലെ കടയിൽ പോയി മുട്ടായി മേടിച്ചു വന്നു. തങ്കച്ചി തങ്കച്ചി ഓടണ്ട, അതൊക്കെ നടന്നു പോയാ മതി. എന്താ? അല്ല, അപ്പനെ ഒന്ന് കാണണമായിരുന്നു. അപ്പം വേലക്ക് പോയി. അല്ല, തങ്കക്കുട്ടി ആകെ അങ്ങ് ഉടഞ്ഞല്ലോ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ വിരോധം? ഞാൻ അപ്പന് ചാരായം കൊടുക്കുന്നുണ്ടാണോ? തങ്കക്കുട്ടി പറഞ്ഞാൽ ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചേക്കാം. എനിക്ക് ആരോടും വിരോധമില്ല. ആണെങ്കിൽ പറ, ഞാൻ ഈ ചാരായം വിൽപ്പന അങ്ങ് നിർത്തിയേക്കാം. സ്നേഹമുള്ളവർ പറഞ്ഞ എന്തും ചെയ്യുന്നവനാ ഈ വേലു. എന്ത് വേണേ ചെയ്തു, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണിയായാലും ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് എല്ലാ പണിയും അറിയാം. ഇവിടെ ആരുടെ സഹായം ഒന്നും വേണ്ട. ചേട്ടാ, ഇതൊരു സ്നേഹമില്ലാത്തതുപോലെ. ഗോപി, ഗോപി, എടാ ഗോപി, ചെറുക്കൻ എവിടെ പോയി? മുട്ടായി മേടിക്കാൻ പോയി. തങ്കക്കുട്ടിക്ക് മുട്ടായി ഇഷ്ടമാണോ? എനിക്ക് മുട്ടായി മിഠായി ഒന്നും വേണ്ട. വലിയ പൂർണ്ണ കാര്യം.